ഹലോ! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാനഡയിലെ ഒരു ഫാം കാണാൻ പോവാണേ. അപ്പൊ അവരുടെ വെബ്സൈറ്റ് നോക്കിയപ്പോ അവിടെ ഒത്തിരി കാറ്റിൽസും ചിക്കൻസും ഒക്കെ ഉണ്ടെന്നാണ് കണ്ടത്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെയുണ്ടെന്ന്. നമ്മുടെ വീട്ടീന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു 18-20 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണേ. അതുപോലെ ജിസ്മി എന്ന് പറയുന്ന ഒരാൾ എന്നോട് ലൈബ്രറിയുടെ ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ ഫെസിലിറ്റീസ് കിട്ടാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള ഏത് ലൈബ്രറി വേണേലും പോകാം. പക്ഷെ ജിസ്മിയുടെ ആ മെസ്സേജ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്തോ ഡിലീറ്റ് ആയി പോയതാന്ന് തോന്നുന്നു. അപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. അപ്പൊ നമുക്ക് ഫാമിലോട്ടൊന്ന് പോയി നോക്കാവേ. അപ്പൊ ഈ കാണുന്നതാണ് ഫാമിലേക്ക് പോകുന്ന റോഡ്. ഈ ഫാം എന്ന് പറയുന്നത് എപ്പോഴും സിറ്റിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറിയുള്ളതായിരിക്കും. ഇപ്പൊ നിങ്ങൾ രണ്ട് വശത്തും ഡ്രൈ ആയിട്ട് കാണുന്ന ലാൻഡ് കണ്ടോ? അത് ഇവിടുത്തെ അഗ്രികൾച്ചർ ലാൻഡ് ആണ്. ഇപ്പൊ നമ്മുടെ വിന്റർ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഇവര് കൃഷിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് വരും. പിന്നെ കാനഡയുടെ ഇക്കോണമിയിൽ ഇവിടുത്തെ അഗ്രികൾച്ചറിന് ഒരു ഭയങ്കര വലിയ റോളാണുള്ളത്. ഞാൻ നിൽക്കുന്ന ഈ പ്രൊവിൻസ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഉള്ളത്. ഇവിടെ മെയിൻ ആയിട്ടും കൃഷി ചെയ്യുന്നത് ഗോതമ്പ്, പിന്നെ ഓയിൽ സീഡ്സ്. നമ്മുടെ നാട്ടിൽ കോക്കനട്ട് ഓയിൽ എങ്ങനെ കിട്ടുന്നോ അതുപോലെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഓയിലാണ് കനോള എന്ന് പറയുവേ. അപ്പൊ ആ കനോള ഓയിലൊക്കെ ഇവിടെ ഒത്തിരി കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ വരുന്നതാണ് ലെന്റിൽസ്, കോണ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഐറ്റംസ് ഇവിടെ കൃഷി ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ അവർ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രൊവിൻസിനെ അറിയപ്പെടുന്നത് കാനഡയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കുറെ പശുക്കളെ കണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ പോകുന്ന ഫാമിലെ പശുക്കൾ തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ അതിനെ കണ്ട് നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്ത്, വെയിലൊക്കെ ആയിട്ട് എല്ലാം ദേണ്ട വെളിയിലിറങ്ങി ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പൊ മഞ്ഞത്താണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ വെളിയിൽ ഇങ്ങനെ പശുക്കളൊക്കെ നിൽക്കുന്ന കാണാവേ. അതുകൊണ്ട് ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, അതാണ് നമ്മൾ പോകുന്ന ഫാമേ. അപ്പൊ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫാമിലേക്ക് നടക്കുവാണ്. നമ്മളെപ്പോലെ തന്നെ വേറെ കുറച്ച് ആളുകളും ഫാം ടൂറിന് എത്തിയിട്ടുണ്ട്. ദേ കുറച്ച് കച്ചിയൊക്കെ കാണുന്നുണ്ട്, കാറ്റിൽസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോളായിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ദേ ട്രാക്ടറും കുറച്ച് അഗ്രികൾച്ചറൽ മെഷീൻസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ മണ്ണ് ഉഴുതുമറിക്കാനും പിന്നെ സീഡ്സ് ഒക്കെ വിതയ്ക്കാനും കൊയ്യാനും ഒക്കെയുള്ള മെഷീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഇച്ചിരി പഴയതാന്ന് തോന്നുന്നു. ഇതൊരു ചെറിയ ഫാം ലാൻഡ് ആണ്. ഈ ഫാം ലാൻഡ് എന്ന് പറയുന്നത് ഒരു 500 ഏക്കറാണുള്ളത്. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് കയറുന്നതിന് മുന്നായിട്ട് ഇതിന്റെ ഓണർ നമുക്കൊരു ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, ഇതിന്റെ സേഫ്റ്റി മെഷേഴ്സിനെയൊക്കെ പറ്റിയ. ഇതൊരു വർക്കിംഗ് ഫാം ആണ്. അപ്പൊ ഈ മെഷീൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുമ്പം നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കുറച്ച് ക്ലാസ് ഒക്കെ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പൊ ദേ ഈ ട്രാക്ടർ ഓടിച്ചോണ്ട് വരുന്ന ആളിനെ കണ്ടോ, അതിന് 13 വയസ്സേ ഉള്ളു കേട്ടോ. അത് ഇവിടുത്തെ ഓണറിന്റെ മോനാണ്. അതിന്റെ 6ാമത്തെ വയസ്സ് തൊട്ട് അത് ഈ ട്രാക്ടർ ഈ ഫാം ലാൻഡ് മൊത്തം ഓടിച്ചു തുടങ്ങിയതാണ്. അപ്പൊ അത് ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുണ്ട് ഇപ്പം. പിന്നെ ഈ ഓണറും വൈഫും 3 മക്കളുമാണുള്ളത്. അപ്പൊ മൂത്തതാണ് ഈ 13 വയസ്സുള്ള ആള്. പിന്നെ രണ്ടാമത്തെ ആളിന് 9 വയസ്സും മൂന്നാമത്തേത് ഒരു പെൺകുട്ടിയാണ്, അതിന് 7-8 വയസ്സേ ഉള്ളൂ. അപ്പൊ ദേ നമ്മൾ ഫാമിനകത്തേക്ക് കയറാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ വലിയൊരു ബുള്ളിനെയാണ് കാണുന്നത്. ഇത് വലിയൊരു അപകടകാരിയായിട്ടുള്ള ഒരു ബുള്ളാണ്. ഇത് 3 വട്ടം ഫെൻസ് ചാടിയിട്ടുണ്ടെന്നാണ് ഓണർ പറഞ്ഞത്. പിന്നെ ഞാൻ ഓർത്തത് വിന്ററിൽ ഈ കാറ്റിൽസിനൊക്കെ ഹീറ്റർ വേണ്ടി വരുമെന്നാണ്. പിന്നെ ഇതിന്റെ ഓണർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഹീറ്ററിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. കാരണം സമ്മർ കഴിഞ്ഞ് സ്പ്രിംഗ് ആകുമ്പോഴത്തേക്ക് ഇതിനൊരു എക്സ്ട്രാ ലോങ് ഹെയർ ഇതിന്റെ ദേഹത്ത് തനിയെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് ഈ വിന്ററിൽ സ്നോയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഇതിനൊരു എക്സ്ട്രാ ഫാറ്റ് ലെയർ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു ഇതിന്റെ ബോഡിയിൽ. അപ്പൊ അത് ഒരു ഭയങ്കര നല്ല ഇൻസുലേഷൻ ആണെന്ന്. നമ്മൾ വീടിനകത്ത് ഹീറ്റർ ഇട്ട് എങ്ങനെ ഇരിക്കുന്നോ അത്രയും ഒരു ഇൻസുലേഷൻ ആണ് ഈ പശുക്കൾക്കൊക്കെ കിട്ടുന്നതെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മെറ്റബോളിസം ഇത് വിന്റർ ടൈമിൽ കഴിക്കുന്നത് കൂടുതലായിരിക്കും. കാരണം ഇതിന് ഈ ഫാറ്റ് ലെയർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇതിന് നല്ലതായിട്ട് ഫുഡ് കൊടുക്കണം വിന്റർ ടൈമിൽ. അപ്പൊ അങ്ങനെ സ്നോ വന്നെന്നും പറഞ്ഞുകൊണ്ട് പശുക്കൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല. ഇതൊക്കെ വെളിയിലൊക്കെ ഇറങ്ങിയൊക്കെ നിൽക്കും. അപ്പൊ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും ഇതിന്റെ ബോഡി. ഇവിടെ വരുന്നവർക്കൊക്കെ ഈ കാറ്റിൽസിനെയൊക്കെ തൊടാനും ഫീഡ് ചെയ്യാനും ഒക്കെയുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അതേ കാർത്തി അതിനെ ഫീഡ് ചെയ്യുവാണ്. അതൊന്ന് നക്കിയപ്പോ തന്നെ അവൻ പേടിച്ച് ഓടിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും അതിനെ വന്ന് ഇങ്ങനെ തൊടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
അവിടെ കുറെ പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. ഓണറാണ് കേറിയപ്പോഴേ പറഞ്ഞായിരുന്നു നമ്മുടെ കയ്യിൽ കഴിക്കാനും കുടിക്കാനും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചോ, കാരണം ഈ പൂച്ച നമ്മൾ പോലും അറിയാതെ അത് വന്ന് എടുത്തോണ്ട് പോവെന്നാണേ പറഞ്ഞത്. പക്ഷെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിള്ളേരെല്ലാരും വന്ന് അതിനെ പിടിക്കുകയും ഞോണ്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ പൂച്ചയ്ക്ക് ഒരു പേടിയും ഇല്ല. അതാണെങ്കിൽ ഭയങ്കര സുഖമായിട്ട് സുഖിച്ചങ്ങനെ നിൽക്കുമായിരുന്നു. കണ്ടോ, അവര് വന്ന് അതിനെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുകയൊക്കെ ചെയ്യണ്ട. കണ്ടോ അതിന്റെ സുഖം കണ്ടോ, അതങ്ങ് സുഖിച്ചങ്ങ് നിന്ന് കൊടുക്കുമായിരുന്നേ. പിന്നെ ദേ ചെമ്മരിയാടുകളുടെ അടുക്കലേക്കാണേ പോയത്. നമ്മുടെ ഷീപ്പ് ദേ കുറേ എണ്ണങ്ങളുണ്ടായിരുന്നു കേട്ടോ, വലുതും ചെറുതും. അടുത്ത ആഴ്ച ദേ ഈ വലിയ ഷീപ്പിന്റെ ഒക്കെ വൂള് ഷേവ് ചെയ്യാൻ പോവെന്നാണ് ഓണർ പറഞ്ഞത്. ഇനി ഈ വൂളൊക്കെ അവർ സെല്ല് ചെയ്യും. പിന്നെ കുറച്ച് ഫാർമേഴ്സ് ഒക്കെ വന്നിട്ട് ഇത് വാങ്ങിച്ചോണ്ട് പോയിട്ട് അവർക്ക് ക്രോപ്സിനൊക്കെ ഇടുവെന്ന്, നല്ല മോയ്സ്ചർ കണ്ടന്റ് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ മുതുകിലാണെങ്കിൽ കുറെ പിങ്ക് ലൈൻസും ബ്ലൂ ലൈൻസും ഒക്കെ കാണുന്നുണ്ടോ? ഇത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തതിന്റെ എണ്ണമാണ് ഇട്ടേക്കുന്നത്. പിങ്ക് എന്ന് പറഞ്ഞാൽ എത്ര പെൺകുട്ടികൾക്ക് അത് ജന്മം കൊടുത്തു, പിന്നെ ബ്ലൂ ലൈൻസ് കാണിക്കുന്നത് എത്ര ആൺകുട്ടികൾക്ക് ജന്മം കൊടുത്തു. ചെവിയിലാണെങ്കിൽ ഓരോ ടാഗ് കൊടുത്തിട്ടുണ്ട്, ആണേതാ പെണ്ണേതാന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട്. പെണ്ണാണെങ്കിൽ പിങ്ക് കളറിലെ ടാഗും ആണിനാണെങ്കിൽ ബ്ലൂ കളറിലെ ടാഗുമാണ് അതിന്റെ ചെവിയിൽ അടിച്ചേക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരു റേഡിയോ ഫ്രീക്വൻസി ടാഗ് ഇതിന്റെ മറ്റേ ചെവിയിലും അടിച്ചിട്ടുണ്ട്, ഇത് എവിടെയൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ അറിയാന്. അതുകൂടാതെ ഇതിന്റെ ഈ ഏരിയ ഫുൾ അവർ ക്യാമറ വെച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്തിൽ തന്നെ കുറെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആടുകളും ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ കണ്ടോണ്ടിരുന്നപ്പോഴുണ്ടല്ലോ, ആ ബാക്കിൽ കാണുന്ന ആ വൈറ്റ് ഡോറിന്റെ അവിടെ എന്തോ ഒരു സൗണ്ട് കേട്ട് ഉടനെ ഇതുങ്ങളെല്ലാം കൂടെ ഭയങ്കര സൗണ്ട് വെച്ചോണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടോണ്ട് അതിന്റെ ഓണർ ആണെങ്കിൽ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് നടന്നു പോകുന്നതാണ് കാണുന്നത്. അപ്പൊ ഭയങ്കര സൗണ്ട് ആയിരുന്നു ഇതിന്റെ കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇച്ചിരി അതിന്റെ സൗണ്ട് കേൾപ്പിക്കാവേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അങ്ങനെ നമ്മൾ ഷീപ്പിനെയൊക്കെ കണ്ടിട്ട് വെളിയിലോട്ട് ഹോഴ്സിനെ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഹോഴ്സ് എന്തോ റൈഡിന് പോയേക്കുവാണ്. പിന്നെ കുറെ പോണീസും പിന്നെ കഴുതയും ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ നമ്മൾ കണ്ട് അതിനെ നമുക്ക് ഇങ്ങനെ തൊടുകയും ഫീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കണ്ടോ, എല്ലാരും വന്നിങ്ങനെ തൊടുന്നുണ്ട്. അതാണെങ്കി അങ്ങ് നിന്ന് കൊടുക്കുക, ഉപദ്രവിക്കുന്നൊന്നുമില്ല ആരെയും. ദേ ഈ വെള്ള കളറിലെ ഈ പോണിയെ കണ്ടോ, ഇതിനൊരു ജനറ്റിക് ഡിഫക്റ്റ് ഉണ്ട്. നമ്മുടെ മനുഷ്യന്മാരിൽ ഡ്വാർഫിസം ഉണ്ടല്ലോ, പൊക്കം വെക്കാത്തത്, അതുപോലെ തന്നെ ഉള്ള ഒരു ഡിഫക്റ്റ് ആണ് ഇതിനും. ഇതും ഡ്വാർഫാണ് കേട്ടോ, അതിന് പൊക്കം വെക്കത്തില്ല. അങ്ങനെ ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവരുടെ അടുത്ത ബിൽഡിങ്ങിലേക്ക് പോവാണേ. ആ ബിൽഡിങ്ങിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കോ. ആദ്യം കേറി ചെല്ലുമ്പോ തന്നെ കുറെ കോഴികളെയും കുഞ്ഞാടുകളെയുമാണ് കാണുന്നത്. നമുക്കിത് വലിയ പുത്തരിയായിട്ടൊന്നും തോന്നിയില്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇത് ഭയങ്കര വലിയൊരു കൗതുകമാണ്. കാരണം ഇവർക്ക് വീടുകളിൽ ഇതൊന്നും വളർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളായാലും മുതിർന്നവരായാലും ഇതിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരിതിനെ തൊടുകയും ഫീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഇവിടെ തീരെ കുഞ്ഞാട്ടിൻകുട്ടികളാണ്. ദേ ആ ഓണർ എടുത്ത് കൈ വെച്ചിരിക്കുന്നത് ജനിച്ചിട്ട് 2 ദിവസം ആയിട്ടുള്ളതേ ഉള്ളേ. അപ്പൊ അതിന് പല്ലൊക്കെ ശരിക്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പിള്ളേരെല്ലാം അവരുടെ വിരലുകളൊക്കെ അതിന്റെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, മുതിർന്നവരായാലും അവർക്കും അത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് അവരും ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു കൗതുകമായിരുന്നു. അതെ, കൊച്ചു കുഞ്ഞാടുകളൊക്കെ അവിടെ കുറെ എണ്ണങ്ങളോ ഉറങ്ങുന്നു. പിന്നെ ദേ കാർത്തി കണ്ടോ, വീണ്ടും കുഞ്ഞാടുകൾക്കൊക്കെ ഫീഡ് കൊടുക്കുന്നു. നമ്മൾ ഫാമിലേക്ക് ടൂർ പോകുന്നെന്ന് പറഞ്ഞപ്പോ തന്നെ കാർത്തിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. കാരണം ഇതിനെയൊന്നും എപ്പോഴും കാണാനൊന്നും പറ്റത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ടൈമിൽ ഇതിനെയൊക്കെ പോയി ഫീഡ് ചെയ്യാനും ഒന്ന് തൊട്ട് നോക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാ കുട്ടികൾക്കും, ഇവിടുത്തെ മുതിർന്നവരായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള പ്ലേസിലൊക്കെ സമ്മറിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദേ ഇത് കണ്ടോ, കാർത്തി ഒരു ചെറിയ ലാമ്പിനെ അങ്ങ് വാരി അങ്ങ് എടുത്ത് കേട്ടോ. അവനങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നേ. ദേ ഈ സ്ട്രോളർ കണ്ടോ, ഞാൻ ഓർത്ത് നമ്മളെപ്പോലെ കുഞ്ഞിനെയും കൊണ്ട് ആരോ വന്നതാണെന്നേ. പക്ഷെ പൂച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രോളർ ആയിരുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ആളുകള്
കുട്ടികളെക്കാട്ടി ഭയങ്കര കാര്യമായിട്ടാണ് അവരുടെ പെറ്റ്സിനെ നോക്കുന്നത്. കുഞ്ഞാടുകൾക്ക് ബോട്ടിൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടി അവരിവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ജനിച്ചിട്ട് ഒരാഴ്ച പ്രായമായിട്ടുള്ള ആട്ടിൻ കുഞ്ഞുങ്ങളെയാണ് അവർ ഇപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് മാറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതേ വരുന്നവർക്കെല്ലാം അവർ ഓരോ ബോട്ടിൽ മിൽക്ക് കൊടുത്തിട്ട് നമ്മളെ കൊണ്ട് അവർ ഫീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കണ്ടോ? പിന്നെ കാർത്തി അതെ അങ്ങ് എക്സ്പേർട്ട് ആയിപ്പോയി പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ കഴുത്തിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവനിതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടാണ് എല്ലാം ചെയ്യുന്നതൊക്കെ. പിന്നെ ദേ അവിടെ കുറെ താറാവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേ. അതിനകത്തില് ചെറിയൊരു കൂട് പോലെ അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തില് ഒരു മുട്ട കാണുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ കൂടിനകത്തൊരു മുട്ടയുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് മുയലുകളും കൂടെ ഉണ്ടായിരുന്നേ. അതിനെ അവര് നമ്മുടെ കയ്യിലെടുത്ത് തരും. നമുക്ക് വേണേ തലോടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യാവേ. അപ്പം ദേ ആ വെള്ള മുയലിനെ ഇപ്പൊ എടുത്ത് കാർത്തിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നത് ഈ ഓണറിന്റെ രണ്ടാമത്തെ മോനാണ്. അതിന്റെ പേര് മൈക്കിൾ എന്നാണ്. 9 വയസ്സേ ഉള്ളൂ. ഈ ഓണറുടെ 3 മക്കളും പുള്ളിയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവര് സ്കൂള് വിട്ട് കഴിഞ്ഞാല് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇതിനെ ഫീഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവരാണ് നോക്കുന്നത്. അതുപോലെ അവരുടെ ട്രാക്ടറിനും ഒക്കെ എൻജിനൊക്കെ ഓയിലൊക്കെ മാറ്റണമെങ്കിൽ അതും ഇവരൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ജോലിയും ആ പിള്ളേർ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. ആ ഓണർ പറയുന്നത് കമ്പ്യൂട്ടറും ഗെയിമും ഒന്നും കളിച്ചുകൊണ്ടിരിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. പകരം കുട്ടികൾ ഇങ്ങനെയൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതാണ് നല്ലതെന്നാണ് അവരുടെ ഒരു അഭിപ്രായമേ. കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇതാണ് ഓണറിന്റെ വൈഫ്. അവര് ദേ കുറെ കോഴികളെ തുറന്നു വിടാൻ പോവാണ്. അപ്പൊ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് മാറി നിന്നോ, അവരതിന്റെ ഡോറ് തുറക്കാൻ പോവാണെന്ന്. കണ്ടോ, ഡോറ് തുറന്നപ്പോഴത്തേക്ക് എല്ലാരും കൂടെ വരിവരിയായിട്ട് കൂട്ടത്തോടെ ഇറങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പൊ നമുക്ക് ഇതിറങ്ങി കഴിയുമ്പോ അതിനകത്ത് ഇത് മുട്ടയിട്ടിട്ടുണ്ട്. അപ്പം ഈ വന്നേക്കുന്ന കുറെ കുട്ടികളും ബാസ്ക്കറ്റ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്, എഗ് ഹണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് ഇതിനകത്ത് പോയിട്ട് മുട്ടയൊക്കെ പിറക്കിയെടുക്കാം. പിന്നെ ഇവിടെ ഈസ്റ്റർ ആയിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. അപ്പൊ അതിന്റെ എഗ് ഹണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഇവിടെ ഉണ്ട്. അപ്പൊ ഇവർ ഈ മുട്ട പിറക്കി എടുത്തിട്ട് പിന്നീട് ഇതിന്റെ ഓണേഴ്സ് ഈ മുട്ട കൊണ്ടുപോയി ഹൈഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ കൊച്ചു കുട്ടികൾ ബാസ്ക്കറ്റുമായിട്ട് പോയിട്ട് ആ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മുട്ടകളെല്ലാം കണ്ടുപിടിക്കും. അത് ഇവിടുത്തെ ഒരു ഫണ്ണായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഈസ്റ്ററിന്റെ ടൈമിലുള്ളതാണ്. കണ്ടോ, ഒരു ബാസ്ക്കറ്റുമായിട്ട് ഒരു കൊച്ചു കൊച്ചു പോകുന്ന കണ്ടോ. അപ്പൊ കോഴികളെല്ലാം ഇറങ്ങിയ സ്ഥിതിക്ക് ഇപ്പൊ എല്ലാരും കൂടെ അങ്ങോട്ട് കയറുവാണ് മുട്ടയൊക്കെ കറക്റ്റ് ആയിട്ട് പറക്കാൻ. അതെ, അതിന്റെ കഴിക്കുന്ന ഫുഡിനകത്തിൽ തന്നെ ആദ്യം തന്നെ 4 മുട്ട കിടപ്പുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അകത്തോട്ട് കയറി അങ്ങോട്ട് പോവുകയാണേ. അങ്ങോട്ട് കയറി ചെല്ലുമ്പോ കുറെ കൂടുകൾ പോലെ കുറെ ഇടത്തിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്ന കാണാവേ. കണ്ടോ, ആ കൂടിനകത്താണ് ഈ കോഴി കയറി മുട്ടയിടുന്നത്. അപ്പൊ ഇവരെല്ലാം ആ കൂട് പൊക്കിയിട്ട് ആ കോഴിയേം പിടിച്ച് മാറ്റി നോക്കുന്നുണ്ട് മുട്ട അതിന്റെ അടിയിലുണ്ടോന്ന്. ദേ കണ്ടോ, അങ്ങനെ പിടിച്ചു മാറ്റിയപ്പോ ദേ അതിന്റെ അടിയിൽ 3-4 മുട്ടയുണ്ട്. അപ്പൊ കുട്ടികൾ വന്നിട്ട് ആ മുട്ടയൊക്കെ പെറുക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാ കോഴികളെയും പൊക്കി മാറ്റി നോക്കുന്നുണ്ട് മുട്ടയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മുട്ട എല്ലാരും കറക്റ്റ് സൂക്ഷിച്ച് പൊട്ടാതെ പെറുക്കി എടുത്തോണ്ട് വന്നിട്ട് അവരവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തിലേക്ക് കൊണ്ടുപോയി ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഈ ഓണേഴ്സ് ആണെങ്കിൽ ഈ മുട്ട ഇവിടെ സെല്ല് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവേ. പിന്നെ അതുപോലെ അവര് ഈ ഷീപ്പിന്റെ മിൽക്ക് ആണേലും മീറ്റ് ആണേലും പിന്നെ ഫ്രഷ് ചിക്കൻ ആണേലും എല്ലാം ഈ ഫാമില് സെല്ല് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കോഴിയൊക്കെ കണ്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ദേ അവിടെ കുറെ നല്ല ഭംഗിയുള്ള കുറെ അരയന്നങ്ങളെ കണ്ട്. അതുങ്ങളും ദേ കുണുങ്ങി കുണുങ്ങി അവിടൊക്കെ ഇങ്ങനെ നടക്കുവാണ്. ഇവരുടെ തന്നെ ആണല്ലോ ഫുള്ള് ആ ലാൻഡ്, 500 ഏക്കറുണ്ട്. അപ്പൊ ഇതെങ്ങും ദൂരോട്ടൊന്നും പോകത്തില്ല, അവിടൊക്കെ തന്നെ കൊത്തിപ്പിറക്കിയൊക്കെ ഇങ്ങനെ നടക്കത്തേ ഉള്ളു. കണ്ടോ. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ അപ്പുറത്ത് ആണ് കുറെ ടർക്കി കോഴികളെ നമ്മൾ കണ്ടേ. അതെ, അതിന്റെ ആണും പെണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. അതും അവിടെ നിന്ന് വെയിലൊക്കെ കൊള്ളുക കേട്ടോ. കണ്ടോ, ആ പെണ്ണ് നമ്മളെ കണ്ടപ്പോഴത്തേക്ക് വീഡിയോ എടുക്കുവാന്ന് മനസ്സിലായിട്ട് നല്ലതായിട്ട് വന്ന് പോസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ചിറകൊക്കെ അങ്ങ് വിരിച്ച് നല്ല സുന്ദരിയായിട്ട് വന്ന് നിപ്പുണ്ടായിരുന്നു. കണ്ടോ, അതിന്റെ മെയില് ദേണ്ടേ ഇപ്പുറത്ത് നിന്ന് നിൽക്കുന്നുണ്ട്.
ഇത് കൂടാതെ അവർ ഈ ഫാമിൽ കുറെ തേനീച്ചകളെയും വളർത്തുന്നുണ്ട് കേട്ടോ. ഇപ്പം വിന്റർ ആയാലും ഇവരിതിനെയൊന്നും എടുത്ത് അകത്തൊന്നും വെക്കത്തില്ലേ, വെളിയിൽ തന്നെ ഇങ്ങനെ വെച്ചേക്കുവാണ്. കണ്ടോ, ചെറിയ ചെറിയ ബോക്സുകൾ കണ്ടോ, അതിനകത്താണ് ഇവര് തേനീച്ചകളെ വളർത്തുന്നത്. അപ്പൊ അതിന്റെ ഓണർ പറഞ്ഞത് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം പച്ചപ്പൊക്കെ ആകുമല്ലോ, ഫ്ലവേഴ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ തേനീച്ചകൾ നല്ലതായിട്ട് തേനൊക്കെ ഉൽപ്പാദിപ്പിക്കും. പുള്ളി പറഞ്ഞത് ഒരു ബീഹൈവിൽ നിന്ന് തന്നെ അവർക്ക് 200 പൗണ്ട്സോളം ഹണി കിട്ടുമെന്നാണ് പറഞ്ഞത്. നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും എന്താണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലാവുന്നതാണ്. പിന്നെ ദേ ഇത് കണ്ടോ, അവിടുത്തെ ട്രാക്ടർ ആണേ. അപ്പൊ പുള്ളി പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കയറി ഇരുന്നിട്ട് ചുമ്മാതെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ കാർത്തി അതിനകത്ത് കയറിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നോക്കുവാണ്. പിന്നെ അതിന്റെ ഓണർ വന്നിട്ട് പുള്ളി നല്ലതായിട്ട് എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു ഫാം വിസിറ്റ് ആയിരുന്നു. പിന്നീട് ഇതൊക്കെ കൂടാതെ ഇവർക്ക് ഇവിടെ പ്രോഡ്യൂസ് ഉണ്ട്, വെജിറ്റബിൾസ് ഒക്കെ അവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ വിന്റർ അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളു. അപ്പൊ അവരൊരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്ത് എല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പ് തുടങ്ങുന്നത്. ആ സമയമൊക്കെ ആകുമ്പോഴാണ്. അപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാം. പിന്നെ ഈ ഓണേഴ്സിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ അവർക്ക് പുറത്തുനിന്ന് അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരുന്നില്ല. അവർക്ക് ഇവിടെ മുട്ടയുണ്ട്, പാലുണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, മീറ്റ് ഉണ്ട്, പിന്നെ പച്ചക്കറികളും എല്ലാം ഉണ്ട്. അപ്പൊ അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ മാത്രം ഇവർക്ക് വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. അങ്ങനെ അവര് നല്ല സന്തോഷമായിട്ട് അവിടെ താമസിക്കുവാണ്. അങ്ങനെ ദേ ഫാമിൽ നിന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ദേ ഇതാ ഞാൻ അവിടുന്ന് വാങ്ങിച്ച മുട്ട കേട്ടോ, കണ്ടോ, ബ്രൗൺ എഗ്സ് ആണ്. അവിടെ ഭയങ്കര കാറ്റായിരുന്നേ, ഭയങ്കര നല്ല കാറ്റായതുകൊണ്ട് വീഡിയോസ് ഒന്നും ശരിക്കും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അവിടെ ഒരു ഹെയർ റൈഡ് ഉണ്ടായിരുന്നേ, അതും ഭയങ്കര കാറ്റായതുകൊണ്ട് അവര് പറഞ്ഞു കുറച്ചു നേരം കൂടെ നിൽക്കാമെങ്കിൽ വേണേ കൊണ്ടുപോകാന്നേ. പിന്നെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാറ്റത്ത് അത്രയും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മളിങ്ങി പോന്നു, അതിന് നിന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ വേറൊരു വിശേഷവുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.